മാറാട് കലാപത്തിന്റെ മുറിവുണക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചത് എന്ന് കേരള അമീർ പി മുജീബ് റഹ്മാൻ. അന്നത്തെ അമീർ സിദ്ദിഖ് ഹസനാണ് മാറാട് സന്ദർശിച്ച ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചത്. കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന മുറിവാണ് മാറാട്. BJP പോലും രാഷ്ട്രീയ ആയുധമാക്കാത്ത കാലത്ത് മാറാടിനെ ആയുധമാക്കാൻ CPM ശ്രമിക്കരുത്. AK ബാലൻ അഭിനവ ഗീബൽ സാഗരുതെന്നും പി മുജീബ് റഹ്മാൻ പറഞ്ഞു. മാറാട്ടേക്ക് മുസ്ലിമിനെ ആളുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ്. ഒരു സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ട സന്ദർഭമാണ്. ആ ഘട്ടത്തിൽ അങ്ങോട്ട് കടന്നു ചെന്ന മുസ്ലിം നേതാവാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ കേരള അമീർ സിദ്ദീഖ് ഹസൻ സാഹിബ് എന്ന് പറയുന്ന വ്യക്തിത്വം. 2 മണിക്കൂർ അവരുമായി ചെലവഴിച്ചു, സംസാരിച്ചു, അന്തരീക്ഷത്തിന് അയവുവരുത്തി. ശ്രീമാൻ AK ആന്റണി അനുസ്മരണത്തിൽ മാറാട് പ്രശ്നം പരിഹരിക്കുന്നിടത്തുള്ള സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ പങ്കിനെ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കലാപങ്ങൾ നടക്കുന്നിടത്ത് കലാപത്തി അണക്കാനും മുറിവേറ്റ മനസ്സുകളുടെ വ്രണങ്ങൾ ഇല്ലായ്മ ചെയ്യാനും അങ്ങനെ കലാപം ഏതാണ്ട് തകർത്തെറിഞ്ഞ പല പ്രദേശങ്ങളെയും പുനരധിവാസത്തോടുകൂടി സാമൂഹ്യ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ വിഭജനാനന്തരമുണ്ടായ ഒരുപാട് കലാപഭൂമികളിൽ ജമാഅത്തെ ഇസ്ലാമി ആ മാനുഷിക സേവന പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സഖാവ് ബാലനെ പോലുള്ള ആളുകൾ കേരളത്തിലെ അഭിനവ ഗീബൽ സാഗരുത് എന്നാണ് ഞാൻ പറയാം. അതാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മാറാട് എന്ന് പറയുന്നത് മലയാളി മറക്കാൻ ആഗ്രഹിച്ച കറുത്ത അധ്യായമാണ്. മാറാട് എന്ന് പറയുന്നത് കേരളത്തിന് ഏറ്റവും മുറിവാണ്. ആ മാറാട് കേരളത്തിൽ BJP പോലും രാഷ്ട്രീയ ആയുധമാക്കാത്ത ഒരു സാഹചര്യത്തിൽ CPM മാറാടിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു, ആ പഴയ മുറിവിൽ വീണ്ടും മുളക് തേക്കുന്നു എന്ന് പറയുന്നത് അത്യന്തം അപകടവും ക്രൂരവുമായ ചെയ്തി CPMൻ്റെ ഭാഗത്തിൽ നിന്ന് സമുന്നതനായൊരു നേതാവ് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുക, അദ്ദേഹം മലയാളികളോട് മാപ്പ് പറയണം, പാലക്കാടുള്ള ജനങ്ങളോട് മാപ്പ് പറയണം.